ഇന്ന് അധികം ആൾക്കാരും ഡിസ്പോസിബിൾ ഷേവിങ് സെറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അതിലൊരു പ്രധാന ബ്രാൻഡാണ് ജില്ലറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ടൈപ്പുകൾ പല മോഡുകളിൽ ഉണ്ട്. അതിൻ്റെ ആക്സസറീസ് ബ്ലേഡുകളൊക്കെ വാങ്ങാൻ കിട്ടും, സെപ്പറേറ്റ് സെറ്റ് മാത്രം വാങ്ങാൻ കിട്ടും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മുറിയില്ല എന്ന് പറയുന്നത്. പക്ഷേ എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പം ഡെയിലി ഉപയോഗിക്കുന്ന ഒരാളാണ് ജില്ലറ്റ്. എനിക്ക് മുറിവ് വരുന്നുണ്ട്. മുറിവ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെ തട്ടി അതിന് മുറിയുമാണ് ഒരു മുറിവ് വരുന്നത്. അല്ലാതെ ഷേവ് അവർ പറയുന്ന പോലെ മുറിവ് ഷേവിങ് ചെയ്യുന്ന സമയത്ത് മുറിവും കാര്യങ്ങളൊന്നും ഇല്ല. ക്ലീൻ ഷേവിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഫുൾ ക്ലീൻ ഷേവിന് പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. മറ്റേ ബ്ലേഡ് തന്നെയാണ്, ബ്ലേഡ് ഇട്ടിട്ട് ഷേവ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നാണ്, ക്രീമൊക്കെ തേച്ചിട്ട് ചെയ്യുന്നതിനാണ് ബെറ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബ്ലേഡ് അലർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രിമ്മറൊക്കെ ഉപയോഗിച്ചിട്ടും ക്ലീൻ ഷേവ് കിട്ടുന്നത്, ജില്ലറ്റ് ഉപയോഗിച്ച് ക്ലീൻ ഷേവ് കിട്ടില്ല, എനിക്കുള്ളതുപോലെ ജില്ലറ്റ് ഉപയോഗിക്കുമ്പോൾ മുറിവ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു സൊല്യൂഷൻ ഉണ്ട്. ട്രിമ്മറിൻ്റെ തന്നെ ഒരു ചെറിയ മിനി വേർഷൻ നിങ്ങളുടെ ക്ലീൻ ഷേവിനും ഇത് കുറ്റിയൊക്കെ കളയാൻ വേണ്ടിയിട്ട്, താടിയുടെ കുറ്റിയൊക്കെ വേണം ക്ലീൻ ഷേവായിട്ട് ഡെയിലി ചെയ്യേണ്ട ഒരാളാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ അല്ല, എൻ്റെ റൂംമേറ്റിൻ്റെയാണ്. പുള്ളി ഇത് എവിടെ നിന്നാണ് വാങ്ങിയേ എന്ന് അറിയില്ല, ചോദിക്കണം. എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കണം. അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ എനിക്കൊരെണ്ണം എടുക്കണം എന്നുണ്ട്. എൻ്റെ അടുത്ത് ട്രിമ്മർ എൻ്റെ നാട്ടിലാണുള്ളത്. ജില്ലറ്റിൻ്റെ ബ്ലേഡും കാര്യങ്ങളും സെറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു മുറിവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ജില്ലറ്റിൻ്റെ ബ്ലേഡും സെറ്റൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഒരു സാധനത്തിലൂടെ സ്വിച്ച് ചെയ്യാനൊരു പ്ലാനുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ ഈ പ്രോഡക്റ്റിന് എത്ര വില, ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഉപയോഗിച്ചതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നതാണ്. ഇപ്പം കാണാൻ നിങ്ങൾക്ക് ഓൺ ചെയ്താൽ കാണാം, ഒരു കറങ്ങുന്ന ഒരു ഇത് കാണാൻ ഒരു സൗണ്ട് ഉണ്ടാവും. ഇതിലൂടെ ഇത് വെക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ മാറ്റുന്നത് അല്ലെങ്കിൽ അതൊന്ന് പുഷ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൽ നമ്മുടെ എവിടെയൊക്കെയാണ് കുറ്റി ഉള്ളതെന്ന് വെച്ചാൽ താടിയുടെ അതൊക്കെ ഭാഗത്തോട്ടൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ആ കുറ്റി പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇവിടെ ആകുമ്പോൾ മുറിവിൻ്റെ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ ജില്ലറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിസ്പോസിബിൾ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ അത് വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പ്, ബ്ലേഡ്, സെറ്റ്, അതൊക്കെ. അപ്പം മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.